ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. ജർമ്മനിയിൽ നിങ്ങൾ കടയിൽ നിന്ന് കുടിക്കാൻ ഇതുപോലത്തെ ബോട്ടിലോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ക്യാനോ ഒക്കെ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകിൽ ഇങ്ങനൊരു സൈൻ ഉണ്ടെങ്കിൽ, കണ്ടില്ലേ, ഇങ്ങനൊരു സൈൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഇത് അവിടെ ഇടാനുള്ള ഒരു മെഷീനുണ്ട്. ആ മെഷീനിൽ ഇടുമ്പോൾ നമുക്ക് ഒരു ബോട്ടിലിന് 25 സെൻറ്റ് വെച്ച് തിരിച്ച് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള ഏകദേശം ഒരു 10-50 കുപ്പി അടുപ്പിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അവിടെ നിന്ന് കിട്ടും. നമ്മളിപ്പോൾ കുപ്പി ഇടുമ്പോൾ അവിടെ നിന്നൊരു സ്ലിപ്പ് കിട്ടും, അതിൽ ആ എമൗണ്ട് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ക്യാഷ് കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഒന്നുകിൽ ക്യാഷ് കിട്ടും, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇത് വെച്ച് തന്നെ ആ ഒരു സ്ലിപ്പ് വെച്ച് അത്രയും രൂപയ്ക്കുള്ള സാധനം നമുക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നും മേടിക്കാം. അത്യാവശ്യം ജർമ്മനിയിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇതുപോലെ കുപ്പിയെടുത്ത് വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലേക്ക് മേടിച്ച കുപ്പികളുണ്ടാണ് ഇത്രയും. സാധാരണ രീതിയിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലൊക്കെ ആൾക്കാർ വെള്ളം മേടിക്കുകയാണെങ്കിൽ കുടിച്ചു കഴിഞ്ഞിട്ട് അവർ കുപ്പി അവിടെ ഉപേക്ഷിച്ച് പോകാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന കുപ്പികളൊക്കെ എടുത്ത് വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ കയ്യിലുള്ള കുപ്പികളെല്ലാം വാരിപ്പറക്കി നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്, ലിഡിൽ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ്. ഇപ്പോൾ മാളുവാണ് പുറകെ നിന്ന് വീഡിയോ എടുക്കുന്നത്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ലിഡിൽ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവധിയായതുകൊണ്ട് ഞങ്ങൾ അവിടെ പോകാമെന്ന് കരുതി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെഷീൻ. ഇതിലൂടെ നമുക്ക് ബോട്ടിലിടാം. ഇവിടെ അതിൻ്റെ എമൗണ്ട് കാണിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലാംഗ്വേജ് സെറ്റ് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ് സെറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പം ഞാൻ എഴുതാണ്. 25 സെൻറ്റ് ആയിട്ടുണ്ട് ഒരു കുപ്പിക്ക്. നമുക്ക് വേണമെങ്കിൽ ഇത് പേ ഔട്ട് ആയിട്ട് നമുക്ക് ക്യാഷ് ആയിട്ടും കിട്ടും, അല്ലെങ്കിൽ നമുക്കിത് ഡൊണേഷന് വേണ്ടിയിട്ടും കൊടുക്കാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുപ്പി കൊടുത്തിട്ട് നമുക്ക് കാശ് വെറുതെ കിട്ടുന്നതല്ല. നമ്മളിപ്പോൾ ഒരു കുപ്പി വെള്ളം മേടിക്കുമ്പോൾ ഈ കുപ്പിയുടെ പൈസ 25 സെൻറ്റും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ കുപ്പി മേടിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഈ 25 സെൻറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചില ആൾക്കാരൊക്കെ ഈ വെള്ളം മേടിച്ചിട്ട് കുപ്പി റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ട്രെയിനിൻ്റെ അകത്തൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകാനാണ് പതിവ്. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുമ്പോൾ സ്ഥിരമായിട്ട് ഈ കുപ്പി പറക്കാനായിട്ട് തന്നെ ഓരോ ആൾക്കാരിങ്ങനെ വരാറുണ്ട്. അവരെ സ്ഥിരം കാണാറുണ്ട്. അവരാരും തിരിച്ച് ഈ എംപ്റ്റി ഹാൻഡ്സോടുകൂടിയല്ല പോകുന്നത്. അവരുടെ കയ്യിലൊക്കെ കുറഞ്ഞതൊരു മിനിമം ഒരു 10-20 ബോട്ടിലെങ്കിലും കാണും. അപ്പോൾ ഒരു ഉദ്ദേശം ഒരു 20 ബോട്ടിൽ വിൽക്കുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഏകദേശം ഒരു 5 യൂറോ അടുപ്പിച്ച് കിട്ടും. 5 യൂറോയ്ക്ക് നമുക്ക് ഒരു കോഫിയും ബ്രേക്ക്ഫാസ്റ്റും മേടിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഇപ്പോൾ ലഞ്ചിനൊക്കെ ആണെങ്കിൽ ഡോണറൊക്കെ നമുക്ക് സുഖമായിട്ട് മേടിക്കാൻ കഴിയും. ഇതുപോലത്തെ ഒരു സിസ്റ്റം ഇന്ത്യയിലൊക്കെ വന്നിരുന്നെങ്കിൽ ഒരു പരിധി വരെയൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആൾക്കാർ റോഡിലൊക്കെ വലിച്ചെറിയുന്നതും അതൊക്കെ നമുക്ക് തടയാൻ കഴിയും. കാരണം നമുക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു എമൗണ്ട് തിരിച്ച് കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിൽ എല്ലാവരും തിരിച്ച് ഇതുപോലുള്ള റീസൈക്കിൾ മെഷീനിൽ ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. €7 കിട്ടിയല്ലേ മാളു? അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് എൻ്റെ അടുത്ത സ്റ്റെപ്പ്? പേ ഔട്ടിൽ ക്ലിക്ക് ചെയ്യണമല്ലേ? നമുക്ക് സ്റ്റെപ്പ് വരും. ഇതാണ് നമ്മുടെ പൈസ. അപ്പോൾ €7 ഉണ്ട്. ഒന്നുകിൽ ഈ ഇത് കൊടുത്തിട്ട് ക്യാഷ് കൗണ്ടറിൽ നിന്ന് ക്യാഷ് മേടിക്കാം, അതല്ലെങ്കിൽ ഈ കാശിന് നമുക്ക് സാധനം മേടിക്കാം. അപ്പോൾ സാധനം മേടിച്ചതിന് ശേഷം നമുക്ക് €20 ആയി. €7 ആ ബോട്ടിൽസ് കൊടുത്തതിന് ശേഷം നമുക്ക് €14 പിന്നെ കൊടുക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇതുപോലുള്ള വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക്